Hey guys, welcome back. And ഇതിപ്പോൾ സെക്കൻഡ് ഡേ ഓഫ് വാഗമൺ ടൂർ ആൻഡ് എന്നുവെച്ചാൽ 2 November ഏർലി മോർണിംഗ് എങ്ങനെയോ പറ്റിയതാണ്. എല്ലാവരും നല്ല ഫുൾ എൻജോയ് ഒക്കെ ചെയ്ത് പലരും പല സമയത്ത് ഉറങ്ങാത്തവരുണ്ട്. ഞാൻ കുറച്ച് എനിക്കൊന്നൊരു 11:45 അടുപ്പിച്ച് ഉറങ്ങി. 4 മണിയെപ്പറ്റി 5:45 അല്ലേ, 5:15 ഇവിടെ എണീറ്റ് വരുന്നു. ആൻഡ് ഫൈനലി കോടയുടെ എഫക്ട്സ് ഒക്കെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് നീ ആണെന്ന് ഒരു മനുഷ്യർക്കും മനസ്സിലാവില്ല. അവിടെയൊക്കെ മലകൊള്ളൊന്നും കാണുന്നില്ല. കോടയൊക്കെ പയ്യെ കയറി വരുന്നുണ്ട്. വീണ്ടും രാവിലെ അയ്യോ എന്താണ് അതവരുത്തി ആക്രമിക്കാൻ വന്ന് എവിടെ ഉരുണ്ട് വന്ന് വീണ്. അയ്യോ ഇടിക്കല്ലേ, ഉരുണ്ട് വന്ന് വീണ്. ഇന്നലെ ഉരുണ്ട് വന്ന് വീണ് എന്നെ ഡെറ്റോൾ ഇടാൻ സമ്മതിച്ചില്ല. അവസ്ഥ. എൻ്റെ ഇരുന്ന ഒരു വില്ലയുടെ ടെറസാണ്. രാവിലെ ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണാൻ വന്നതാണ്. ഇന്ന് പിന്നെ നമ്മൾ കുറച്ച് പേര്, എല്ലാവർക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജീപ്പ് സഫാരി ഉണ്ട്. അത് അറ്റ് 9 ആകുമ്പോൾ ജീപ്സ് വരും എന്ന് തോന്നുന്നു. അത് വണ്ടി നോട്ട് ഷുവർ. അതിന് എന്താണ് പിന്നെ 8 AM ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ഉറങ്ങണം, അവരൊന്നും എണീറ്റിട്ടില്ല. അവരെയൊക്കെ എണീപ്പിക്കണം, റെഡിയാക്കണം, ഇറക്കണം. എല്ലാവരും പോകുന്നില്ല, കാരണം ലിമിറ്റേഷൻസ് ഉണ്ട് ജീപ്പിൽ പോകുന്നതിന്. സോ പക്ഷെ മിക്കവരും പോകുന്നുണ്ട്. ബാക്കിയുള്ളവരും കുറച്ച് ഉറങ്ങി. നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവർ സെറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് വീണ്ടും കുറച്ച് സ്ഥലങ്ങൾ കറങ്ങി വീട്ടിൽ പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. എന്താണോ വിവേക്, നീ കട്ടുറുമ്പിനോടുള്ള നിന്റെ റിവെഞ്ച് തീർക്കുന്നതാണോ അതോ തീ കത്തിക്കുന്നതാണോ? ഓ എന്താ പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഈ മലയും കുന്നുമൊക്കെ വരയ്ക്കാൻ പറയുമ്പോൾ എല്ലാവരും ക്ലാസിക്കായിട്ട് വരയ്ക്കുന്ന വെച്ചിട്ടുണ്ട്. 2 മലയുടെ നടുക്കുള്ള ഭാഗത്തൂടെ സൺ പൊങ്ങി പറഞ്ഞത് അത് ഇതാണ്. അങ്ങനെ തുടങ്ങി. ഇത് 9 മണിക്ക് പോകണ്ടാണ്, 9:30. നമ്മളൊരു ജീപ്പ് ഫ്രമർ കറി, ബാക്കിയുള്ളവരവിടെ ബാക്കിൽ ഒരു ജീപ്പിൽ കേറിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കോ പോകുന്നു. അതപ്പത്തെ ജീപ്പിലെല്ലാരും കയറി ഇവക്കൊക്കെ പ്രാന്തായി. നമ്മൾ പോവാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സ്പീൽബർഗ്. തിരിച്ചു പോട്ടെ പോട്ടെ. അവര് ടാറ്റ പറയാൻ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റിലെത്തി. പുള്ളി പറഞ്ഞത് വ്യൂ പോയിന്റ് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ചുമ്മാ 2 ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങിയ ഒരു ഗുണമുള്ളതെന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ സ്നാക്സോ വെള്ളമൊന്നും എടുത്തില്ല. അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ 2 കടയുണ്ട്, അവിടെ പോയി വാങ്ങിക്കണം. പിന്നെ വാസ്കോട കപ്പലുമായിട്ട് ഇവിടെ വന്ന് കുരുമുളക് ഇവിടെ കൊണ്ട് നട്ട് വെച്ച്
മലർക്കാവിൽ പൂരം കാണാൻ നമ്മൾ പോയി ചേട്ടാ പറയട്ടാ ഇതേതാണ്? ആ, അമ്പലമേട്. നമ്മളിങ്ങനെ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തായാലും ഇടുക്കി ഡാമിന്റെ റിസർവർ കാണാം. ഇതാണ് പറയപ്പെടുന്ന റിസർവർ. റിസർവറിന്റെ സൈഡിൽ ഒരു വീട് ഇരിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയി. ഇത് കുറെ ഡിസ്റ്റൻസ് ഉണ്ട് സാധനം. തകർത്ത് ഫോട്ടോ സെഷൻ നടക്കുകയാണ്. ഇവിടെ ഒരു ഭർത്താവ് ഭാര്യയുടെ ഫോട്ടോ എടുക്കണം, രണ്ടെണ്ണം അവിടെ സെൽഫി എടുക്കുന്നു. ഇവിടെ സീനറിയുടെ ഫോട്ടോ എടുക്കുന്നു. ബാക്കി കുറെ എണ്ണം ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ ജീവനോട്. ഓൾറെഡി ഓഫ് റോഡിലൊക്കെ പോയി അവശ്യരായിരിക്കുന്നവരുടെ മുഖം സ്പോട്ട് ആസ്വദിക്കൂ. നല്ലൊരു അരുവിയാണ്, നല്ല റാപ്പിഡ് ആണ്, നല്ല ഫ്ലൂവിലാണ് വെള്ളം പോകുന്നത്. ഐശ്വര്യ നിൽക്കുന്നത് ഇത് ഫോഴ്സ് ഓഫ് ദ വാട്ടർ ഉണ്ട്. നല്ല റാപ്പിഡിലാണ് സാഹസത കാണിക്കുന്ന കുറച്ചെണ്ണം. ഇതാണ്. അപ്പം അവിടെ ഒരു ടണലുണ്ട്. ഈ ടണൽ വഴി വെള്ളം വന്നത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമെന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. ഫൈനൽ പോയിന്റ് സൂയിസൈഡ് പോയിന്റ് ആണ്. ഇതൊക്കെ കണ്ട ആർക്കാണ് ചാവാൻ തോന്നുന്നത്? പോയിന്റ് ഇതാണ് ആ പോയിന്റ്. വേണ്ട തോന്നലുകളൊക്കെ വരും. വേണ്ട നാളെ ആട്ടെ. പക്ഷെ നോക്കി ഈ അവിടെ നിന്ന് ഒരു അരുവിയൊക്കെ ഉണ്ട്. ഈ അരുവിയൊക്കെ കണ്ടാണ് ഈ വ്യൂ. ആരെ കിട്ടും? ഇതൊക്കെ ഫുൾ കൊക്കാൻ. അങ്ങനെ ഞങ്ങൾ ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് പക്ഷേ ഡ്രസ്സൊക്കെ മാറി വന്ന് പയ്യെ ഇവിടെ നിന്ന് തിരികെയാണ്. ഒരുത്തൻ ഇടയ്ക്കറി ഇരിക്കണണ്ട എന്നെ ഞെക്കിക്കൊണ്ട്. നീ അലവരാതെ അങ്ങനെ നമ്മൾ പോവുകയാണ്. അടുത്ത ഇങ്ങോട്ടേക്ക് പോവാൻ. അതെ, എവിടെയാണ്? എന്റെ ഫ്രണ്ട് AVTയുടെ ഔട്ട്ലെറ്റില് ചായ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് റിയാലിറ്റി. പാവെന്നെ മൊത്ത് എല്ലാരും ക്ഷമിക്കണം. നല്ല ചായ അല്ലേ?
ഗായ്സ്, അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഒരു 4:40 ഒക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു. ആൻഡ് ഒരു 5:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇപ്പോൾ തന്നെ സമയം 6:30 കഴിഞ്ഞതുകൊണ്ട് നമ്മൾ കുട്ടിക്കാനത്തും തിരിച്ചിട്ടില്ല. എന്തായാലും വീട്ടിലേക്ക് എത്തുമ്പോൾ ലേറ്റാണ്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഒന്ന് ഇതായത് അവിടെ ഓരോ ഫോട്ടോ സെഷനും പരിപാടികളൊക്കെ നടക്കുകയാണ്. ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തകർത്ത് ഫോട്ടോഷൂട്ട്.